എല്ലാവർക്കും നമസ്കാരം. 2025-26 സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണല്ലോ. ഈ ഒരു സമയത്ത് എല്ലാവരും ബിസിനസ്സിലൊന്ന് ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ് റിയോ ഫ്രെയിംവർക്ക് വെച്ചിട്ടുള്ള ഒരു അനാലിസിസ്. VRIO റിയോ ഫ്രെയിംവർക്ക്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിന് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ മുകളിൽ എത്രത്തോളം ആധിപത്യമുണ്ട്, എത്രത്തോളം അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് തിരിച്ചറിയാനും എങ്ങനെ ബിസിനസ് ഇനിയും ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കാനും നമ്മളെ സഹായിക്കുന്നൊരു കോൺസെപ്റ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രെയിം വർക്കാണ്. ഇതിൽ വി ഡിനോട്ട് ചെയ്യുന്നത് വി ഫോർ വാല്യുബിൾ. അതായത് നമ്മുടെ ബിസിനസ്സിൽ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, ഏറ്റവും വാല്യൂ ഉണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, അതിനെയാണ് ആ വി എന്ന കോൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ആർ ഫോർ റെയർ, മറ്റുള്ള ആളുകൾക്കൊന്നും അത്ര കോമൺ ആയിട്ടില്ലാത്തത്, നമ്മുടെ ബിസിനസ്സിന് വേറിട്ട് നിർത്തുന്നത്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന കാര്യങ്ങളെയാണ് റെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഫോർ ഇന്നിമിറ്റബിൾ. ഇന്നിമിറ്റബിൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേഗതയിൽ കോപ്പി ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള എന്താണ് നമുക്കുള്ളത്. ആൻഡ് O ഫോർ ഓർഗനൈസബിൾ. നമുക്ക് ശരിക്കും ഏറ്റവും നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് ഏറ്റവും ലിവറേജ് ചെയ്യാൻ, ഏറ്റവും റിസൾട്ട് എടുക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബിസിനസ്സിലുള്ളത്. ഈ 4 കാര്യങ്ങളെയാണ് ആദ്യം ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലേതെങ്കിലും ഒരു കാര്യം ഒന്ന് ജസ്റ്റ് മിസ്സായി കഴിഞ്ഞാൽ പലപ്പോഴും ആ അഡ്വാൻറ്റേജ് ഇല്ലാതാവുന്ന അവസ്ഥ ബിസിനസ്സിൽ നമുക്ക് കാണാൻ പറ്റും. വാല്യുബിളാണ് എന്ന് തന്നെ വിചാരിക്കുക. വാല്യുബിളായിട്ടുള്ള ഒന്നും ഇല്ലെങ്കിൽ ബിസിനസ്സിനവിടെ കോമ്പറ്റീഷൻ അതിശക്തമായിരിക്കുമെന്നുള്ളത് ഉറപ്പിക്കുക. വാല്യുബിളായിട്ടുള്ളത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ വാല്യുബിളായിട്ടുള്ള എന്തെങ്കിലും ഒരു സർവീസ് മോഡലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും, പാക്കേജിങ് ആയിരിക്കും, ബ്രാൻഡിങ് ആയിരിക്കും, ക്വാളിറ്റി അഷുറൻസ് ആയിരിക്കും, സർവീസിലെ പാരാമീറ്റേഴ്സ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ വേറിട്ട് നിർത്തുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ പതിയെ അത് ഡൗണായി വരുന്നതായിട്ട് കാണാം. എല്ലാവർക്കും കോമൺ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി വാല്യുബിൾ ആൻഡ് റെയർ ആണെന്ന് വിചാരിക്കുക, ബട്ട് ഈസി ടു കോപ്പി ആണെന്നും വിചാരിച്ചോ. അപ്പോൾ വാല്യുബിളാണ്, റെയറുമാണ്, പക്ഷേ ഇന്നിമിറ്റബിൾ അല്ല, ഈസി ആയിട്ട് കോപ്പി ചെയ്യാമെങ്കിൽ ഒരു ഷോർട്ട് ലീവ്ഡ് എഡ്ജ് ഉണ്ടാവുള്ളൂ. കുറച്ച് നാൾ മാത്രമേ നമുക്ക് ആ കോമ്പറ്റീഷനെ അതിജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് റേറ്റ് കുറയ്ക്കേണ്ടി വരും, കടം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കോമണായി മാർക്കറ്റിൽ ഡൗണായി പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇനിയോ വാല്യുബിളുമാണ്, റെയറുമാണ്, ഹാർഡ് ടു ഇമിറ്റേറ്റുമാണ്, പക്ഷേ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള പൂറായിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ പല ഓപ്പർച്യൂണിറ്റിയും മിസ്സാവുന്ന അവസ്ഥ വരും. അപ്പോൾ എങ്ങനെ നോക്കിയാലും റിയോയിൽ നിന്നൊരു കാര്യം മനസ്സിലാവും. ഈ 4 കാര്യങ്ങളെയും കണക്ട് ചെയ്ത് പ്ലാൻ ചെയ്താൽ ഇത് ഓരോ ബിസിനസ്സിലും ഡിഫറെൻറ്റ് രീതിയായിരിക്കും, പക്ഷേ നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങളും എപ്പോഴും അലൈൻഡ് ആയിരിക്കണം. അപ്പോൾ ഒരു ബിസിനസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വാല്യുബിളായ എന്തുണ്ടെന്ന് നോക്കുക, മറ്റ് ബിസിനസ്സുകളിൽ നിന്ന് റെയർ ആയിട്ടുള്ള എന്തുണ്ടെന്ന് നോക്കുക, മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തുണ്ട് നമ്മൾ നോക്കുക, പിന്നെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ പോവുകയാണെങ്കിൽ ഓരോ ഓപ്പർച്യൂണിറ്റി നമുക്ക് ടാപ്പ് ചെയ്യാനും നല്ല റിസൾട്ട് എടുക്കാനും പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത് മുന്നോട്ടുള്ള പോക്കിൽ വളരെ ക്ലാരിറ്റി നൽകും. അപ്പം നല്ലൊരു സാമ്പത്തിക വർഷം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.